നമുക്ക് ഇതേപോലെ തൃശ്ശൂർ സ്റ്റൈലിൽ കുറച്ച് ബീഫും കൂർക്കാണ്ട് വെച്ചാലന്ന് ആ ബീഫിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചൊറുക്കിയും വെളിച്ചെണ്ണ വെച്ച് അങ്ങോട്ട് ഞെരടി പിഴിഞ്ഞത് ഇതേപോലെ അങ്ങോട്ട് വെച്ചേക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് എല്ലാ മസാല ഇട്ട് ആ ജീരകവും പെരിഞ്ജീരകമൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്ന് വേറെ ആയിരിക്കും കേട്ടോ. അതൊന്ന് നല്ല സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് അതിനങ്ങോട്ട് വഴറ്റി പിന്നെ അതിലേക്ക് നല്ല കുനുകുനാന്ന് സബോള ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടത് ഇതേപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് എടുക്കണം. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് വീണ്ടും അതിനങ്ങോട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ബീഫേ അതിലേക്കിട്ടാണ്ട് ഇളക്കി പിന്നെ നമ്മുടെ കൂർക്ക അങ്ങോട്ട് വിസിലടുപ്പിച്ചിട്ട് അതിനൊന്ന് ഒലത്തി എടുത്തു കഴിയുമ്പോണ്ടല്ലോ ഒരു 1.5 സാധനമായിരിക്കും. പക്ഷെ പറ്റിച്ചു, ഇത് ബീഫല്ല, ഇത്